ജനസേവനത്തിനായി സർവ്വ സജ്ജീകരണങ്ങളുമായി പഞ്ചായത്ത് അംഗത്തിന്റെ ഓഫീസ്. സാധാരണയായി പഞ്ചായത്ത് ഓഫീസുകളാണ് മെമ്പർമാരുടെ ഓഫീസെങ്കിൽ മംഗലം ഡാമിൽ കാര്യം വ്യത്യസ്തമാണ്. 8 കിലോമീറ്റർ അകലെയാണ് പഞ്ചായത്ത് ഓഫീസ് എന്നതാണ് വാർഡിൽ തന്നെ ഓഫീസ് തുറക്കാൻ കാരണം. പഞ്ചായത്തിലേക്കുള്ള ഫോറങ്ങളും മറ്റും ഇനി ഇവിടെ നിന്ന് നൽകാനാകുമെന്ന് വാർഡ് മെമ്പർ ഡിനോയ് കോമ്പാറ പറഞ്ഞു. ഈ മംഗലം ഡാം പ്രദേശത്ത് ഒരു മെമ്പറിൻ്റെ ഓഫീസ് തുറക്കുകയാണ്. ഇതിൻ്റെ ലക്ഷ്യം എന്തെന്ന് വെച്ചാൽ മംഗലം ഡാമിൻ്റെ വികസനങ്ങൾക്ക് ഒരു തുടർച്ചയും കൂടാതെ ഇവിടെ ക്ഷേമപ്രവർത്തനങ്ങൾ ഏകോപിക്കുന്നതിന് വേണ്ടിയും ഇവിടെ ഈ ജനതയുടെ ആവശ്യാനുസരണം ഒരു ഓഫീസ് തുറക്കുകയാണ്. ഈ ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഞാൻ വ്യക്തമാക്കുകയാണ്. ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായിരിക്കും ഈ ഓഫീസിൻ്റെ പ്രവർത്തനം. അതിൽ യാതൊരു തർക്കവുമില്ല. ഈ പ്രദേശത്തെ വികസനത്തിനും ഇവിടുത്തെ ജനതയ്ക്ക് വേണ്ടിയുള്ള പഞ്ചായത്തിൽ നിന്നുള്ള വ്യക്തിഗത ആനുകൂല്യങ്ങളും അതുപോലെ കർഷകർ നേരിടുന്ന വന്യമൃഗ ശല്യവും എല്ലാം ഈ ജനതയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരുടെ സൗകര്യാർത്ഥം ഈ ഓഫീസിൽ വന്ന് പരാതി ബുക്കിൽ കുറിക്കുകയും അതിനെ തീർച്ചയായും ഒരു നടപടി ഉണ്ടാകും എന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. ഈ ഉദ്ഘാടന വേളയിൽ പങ്കെടുത്ത എല്ലാവർക്കും വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ഷായി ചേട്ടൻ, അതുപോലെ സെക്രട്ടറി അബാസ്ക, പൊൻകണ്ടം ഗ്രാമപഞ്ചായത്ത് മെമ്പർ അച്ചാമ്മ ചേച്ചി, മുൻ മെമ്പർ അഡ്വക്കേറ്റ് എസ് ഷാനവാസ്, അതുപോലെ ഇത് ഉദ്ഘാടനം ചെയ്യാൻ വന്ന ജിതിൻ ഉണ്ണികൃഷ്ണൻ, ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ബേബി ചേട്ടൻ, അതുപോലെ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കോൺഗ്രസ് വിമതനായി മത്സരിച്ച് വിജയിച്ച ഡിനോയ് പ്രദേശത്ത് നൂതന ആശയവുമായാണ് സ്വന്തമായി ഓഫീസ് തുറന്നത്. വാർഡിലെ രോഗികൾക്കുള്ള മരുന്നുകളും ഈ ഓഫീസിൽ നിന്ന് വിതരണം ചെയ്യുമെന്നും ഡിനോയ് പറഞ്ഞു. നെറ്റ്ബോൾ കേരള ടീം അംഗം ജിതിൻ ഉണ്ണികൃഷ്ണൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ അച്ചാമ്മ ജോസഫ്, മംഗലം ഡാം വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ഷാജി വർക്കി, സെക്രട്ടറി അബ്ബാസ്, കിഴക്കഞ്ചേരി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ബാലൻ, മുൻ മെമ്പർ അഡ്വക്കേറ്റ് ഷാനവാസ്, പാത്തുമുത്ത് എന്നിവർ സന്നിഹിതരായി. UTV ന്യൂസ്, പാലക്കാട്.